അസംഘടിത തൊഴിലാളികളായ പ്രാദേശിക ലേഖകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് IFWJ. പ്രാദേശിക ലേഖകർക്ക് സർക്കാർ അനുവദിക്കുന്ന ക്ഷേമനിധി പോലും നിലവിൽ നിഷേധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമിതി കുറ്റപ്പെടുത്തി. വർഷങ്ങളോളം കുറഞ്ഞ വേതനത്തിൽ കരാറടിസ്ഥാനത്തിൽ തൊഴിലെടുക്കുന്ന പ്രാദേശിക ലേഖകർക്കും മറ്റു മീഡിയ പ്രവർത്തകർക്കും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ക്ഷേമനിധി പോലും അന്യമായി തുടരുകയാണ്. ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് സംഘടന വിലയിരുത്തി. മീഡിയ പ്രവർത്തകരുടെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തു വരുമെന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പ്രേം ജോൺ പറഞ്ഞു. മാധ്യമമേഖലയിൽ ഇരിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു സംഘടനയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമ്മിറ്റിയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമ്മിറ്റി കൂടി. ആ കമ്മിറ്റി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ചില നയങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ നയങ്ങൾ നിങ്ങളോട് ജസ്റ്റ് പറയുക എന്നുള്ളതും ഈ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി അതൊക്കെ നിങ്ങളോട് പറയും. ഒപ്പം സംഘടനയുടെ കമ്മിറ്റികൾ അതിൻ്റെ വേര് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സോണൽ ബേസിലും താലൂക്ക് തലത്തിലും ഒക്കെ ഉറപ്പിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തത്. അതൊരു ഫൈൻ മോർണിംഗിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നിരുന്നാൽ കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ സംസ്ഥാന ജനറൽ ബോഡി യോഗം എറണാകുളം ജസ്റ്റിസ് വിജിലൻസ് ഫോറം ഓഫീസിൽ ചേർന്നു. 74 വർഷമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന IFWJയുടെ കേരള ഘടക ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റായി പ്രേം ജോൺ നിയമിതനായി. ജനറൽ സെക്രട്ടറി ചെമ്പകശ്ശേരി ചന്ദ്രബാബു, ഓർഗനൈസേഷൻ സെക്രട്ടറി ഷമീർ പെരുമറ്റം, വൈസ് പ്രസിഡന്റുമാരായി അബൂബക്കർ, AP ജിനിൻ, രഞ്ജിത്ത് മേനോൻ എന്നിവരെയും സെക്രട്ടറിയായി റഷീദ് മല്ലശ്ശേരി, കാർത്തിക വൈഗ എന്നിവരും ട്രഷറർ വൃന്ദ വി നായർ എന്നിവരും ചുമതലയേറ്റു. വിവിധ ജില്ലകളിൽ സംഘടന വ്യാപനം നടത്തുന്നതിന് 2 പ്രതിനിധികളെ വീതം ചുമതലപ്പെടുത്തി.